ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസ സമാധാന പദ്ധതിക്ക് അന്തിമരൂപം നൽകുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഗാസയുടെ കാര്യത്തിൽ പ്രത്യേകമായി എന്തോ വരാനുണ്ടെന്നാണ് ട്രംപ് സൂചന നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിനെ മഹത്വവൽക്കരിക്കുന്നതിനായി നമുക്ക് ഒരു അവസരമുണ്ട്. സവിശേഷമായ ഒന്നിനുവേണ്ടി എല്ലാവരും ഒരുമിക്കുകയാണ്. ഇത്തരമൊന്ന് ഇതാദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇത് പൂർത്തിയാക്കാമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ട്രംപ് ഭരണകൂടം തയ്യാറാക്കി വരുന്നത്. അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ചർച്ച നടക്കുന്നുണ്ടെങ്കിലും പദ്ധതിക്ക് അന്തിമരൂപമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. അതീവ നിർണായകമായ ഒരു ചർച്ചയ്ക്കാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നതെന്നാണ് US മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഉടൻ വെടിനിർത്തൽ, ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും 48 മണിക്കൂറിനുള്ളിൽ വിട്ടയക്കൽ, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.